ഞങ്ങൾക്ക് മാത്രമായിട്ട് ഉത്സവത്തിന് ചെയ്തെടുത്ത കുറച്ച് സ്റ്റിച്ചിങ് വർക്കുകളും എൻ്റെ നാട്ടിലെ ഉത്സവത്തിൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടേതാവുമ്പോഴേക്കും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. വീട്ടിലേക്ക് പോണതിൻ്റെ തലേന്ന് രാത്രി വൈകിട്ടും ഒരു വർക്കും എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ മക്കളുടെ എൻ്റെ മാത്രമല്ല അനിയത്തിയുടെയും നാത്തൂൻ്റെയും അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രസ്സ് എനിക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകണമായിരുന്നേ. ഇതിൽ നാത്തൂൻ്റെ ബ്ലൗസ് മാത്രമാണ് ഞാൻ നേരത്തെ തയ്ച്ച് കൊടുത്തു വിട്ടിരുന്നത് ചേട്ടാ. പിന്നെ ഞാൻ ഓരോ വർക്ക് ചെയ്തെടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും മെഷീൻ വെറുതെ കിടക്കണം കണ്ടിട്ട് നൈനും അവൾക്കായിട്ടൊരു ടോപ്പ് തയ്ച്ചെടുത്തതാണിത്. എന്താവശ്യം വന്നാലും ഈ ഒരു തലേ ദിവസം കിടന്ന് വായു പിടിക്കണതിന് വീട്ടിലെപ്പോഴും എന്നെ എല്ലാവരും വഴക്ക് പറയും കേട്ടോ. ഞാൻ വർക്കുകളെല്ലാം ഇങ്ങനെ പെൻഡിങ് ആക്കി വെച്ചിട്ടാണ് ഇതുപോലെ ഓവർലോഡ് ചെയ്ത് തീർക്കാൻ പറ്റാത്തതെന്നാണ് അവർ പറയണത്. പക്ഷെ അങ്ങനെയല്ല, നമുക്കിപ്പോൾ ഒരു സ്ഥിരം തരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിലും കൊണ്ടുവന്ന് തരുമ്പോഴേക്കും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വർക്കായിരിക്കും ചിലപ്പോൾ നമ്മളത് മാറ്റി വെക്കേണ്ടി വരണത്. അങ്ങനെ കുറേ ലേറ്റായിട്ടാണെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെതായിട്ടുള്ള എല്ലാ വർക്കുകളും ഞാൻ രാത്രി തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേന്ന് ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്ന ശേഷം വീടുകളിലേക്കുള്ള പറയെഴുന്നള്ളിപ്പും കൂടിയൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 3 പേരും കൂടി നിരന്നിരുന്ന് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോയതൊന്നും ഹെമ്മിങ്ങും തീർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും വർക്കുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബീഡ്സ് വർക്കും കൂടിയൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ മഹോത്സവത്തിന് ഇടാനായിട്ട് 3 പേർക്കും 3 കളറിൽ ഈ ഒരു പാറ്റേണിൽ വരുന്ന സെറ്റും ഉണ്ടായിരുന്നിട്ട് എടുത്തേച്ചത്. അത് കുത്താമ്പള്ളിയിലെ SG കോട്ടൺ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ സെറ്റും മുണ്ട് ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അവരായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ എൻ്റെ നിഷയുടെ ബ്ലൗസിൽ മാത്രമാണ് ഈ ഒരു സ്ലീവിൽ വർക്ക് കൊടുത്തത്. ഈ ഒരു ബ്ലൗസിൽ നല്ല ഹെവി ആയിട്ട് സ്റ്റോൺ വർക്കും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോയുടെ അവസാനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.